നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. സോ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിസ്പി സോയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇപ്പോൾ ഈ ക്രഞ്ചി ക്രിസ്പി സോയ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല ചൂട് വെള്ളത്തിൽ സോയ സോക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് മിക്സ് ചെയ്ത് വയ്ക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം പേസ്റ്റ്, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ തൈര്, 1 സ്പൂൺ മല്ലിയില, 1 സ്പൂൺ വേപ്പില, പിന്നെ കുറച്ച് ഉപ്പ്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര. ഇത് രണ്ടും നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് പോലെ ആഡ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നാരങ്ങ നീരോട് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ടേസ്റ്റ് ചെയ്ത് ഇത്തിരി ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് നന്നായി സോയിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 30 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് ആയിക്കോളും, സെറ്റ് ആയിക്കോളും. എന്നിട്ട് നല്ല ഡീപ്പ് ഫ്രൈയിൽ ഇതങ്ങോട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയ. സോയ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ല, നല്ല റെഡ് കളറായിട്ട് ഭയങ്കര ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആട്ടോ. സോ നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. സോ ഈ സോഫ്റ്റ് ക്രിസ്പി സോയ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. Strive for greatness.